ഹായ് ഫ്രണ്ട്സ്, കറികൾക്ക് മസാല ചേർക്കുക എന്ന് പറഞ്ഞാൽ വലിയ വിസ്ഫോടനങ്ങളും വിഷവാതക ചോർച്ചയും ഉയർന്ന തോതിലുള്ള റേഡിയേഷന് സാധ്യതയുള്ള കുറച്ച് കെമിക്കൽസുകൾ തമ്മിൽ വളരെ സൂക്ഷ്മതയോടെ മിക്സ് ചെയ്യുന്ന വളരെ കോംപ്ലിക്കേഷൻസ് നിറഞ്ഞ ആക്ടിവിറ്റി ആണെന്നാണ് ഞാൻ എൻ്റെ മാരേജിന് മുമ്പ് വരെ കരുതിയിരുന്നത്. കാരണം വീട്ടിലും നാട്ടിലും അയൽവക്കത്തുമുള്ള പോരാളികളുടെ കുക്കിങ്ങിനെ പറ്റിയുള്ള ഡയലോഗുകൾ കേട്ടാൽ അങ്ങനെയൊന്ന് തോന്നുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആഫ്റ്റർ ദ മാരേജ് എനിക്കൊരു കാര്യം മനസ്സിലായി. ജനിച്ച കാലം തൊട്ട് കുക്കിംഗ് പഠിച്ചില്ലെങ്കിലും ഒന്ന് ശ്രമിച്ചാൽ വലിയ കുഴപ്പമില്ലാതെ കെട്ടിയവരും മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റും. ഞാൻ ഇന്നൊരു ഈസി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും എളുപ്പത്തിൽ രുചികരമായി ഉണ്ടാക്കാൻ പറ്റുന്ന ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ചിക്കൻ കറിയാണ്. കാരണം അത് അത്രയ്ക്ക് എളുപ്പമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇര ആരാന്നറിയോ? ചിക്കൻ കറി തന്നെ. ഓക്കെ, 1 കിലോ ചിക്കൻ എടുക്കാം. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഉപ്പ്, 3 സ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ ചിക്കൻ മസാല. അതിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കുന്നതിന് കുറിച്ച് വേറെ കുറച്ച് ടീംസിനെ കൂടി ഇടാനുണ്ട് കേട്ടോ. ആരൊക്കെയാണെന്നറിയാമോ? ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, സവാള. ഇഞ്ചിയും വെളുത്തുള്ളി എന്തോരം വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 സ്പൂണ് എടുക്കാനുണ്ടായാൽ മതി. ഇനി തക്കാളി കുനുകുന അരിഞ്ഞത്, സവാള കുനുകുന അരിഞ്ഞത്. തക്കാളി ഒരു 2 സവാള ഒരു 2 വേണമെന്നുണ്ടെങ്കിൽ സവാള വേണേൽ കുറച്ച് കൂട്ടിയെടുക്കാം കേട്ടോ. തക്കാളി ഇത്തിരി കൂട്ടാൻ നിൽക്കേണ്ട, അപ്പം പുളിപ്പ് കൂടിപ്പോവും. പിന്നെ ഒരു പച്ചമുളകിനെയും കൂടി ഇടാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലത്. ഇവരെയും കൂടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഇവനെ എന്ത് ചെയ്യണമെന്നറിയാമോ? ഉരുളിക്കകത്തോട്ട് നന്നായിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിൻ്റെ അകത്തോട്ട് ഇവന്മാരെ അങ്ങ് ചേർക്കുക. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുക. വെള്ളം ചേർക്കണ്ട കേട്ടോ. വെള്ളം ചേർക്കാതെ അങ്ങ് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതങ്ങ് മൂടി വെച്ച് വേവിക്കുക. അപ്പം വെള്ളം ചേർത്തില്ലെങ്കിൽ ഇഷ്ടംപോലെ വെള്ളം ചിക്കൻ്റെ അകത്ത് തന്നെ സ്വയം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതെങ്ങനെയാണ് ചിക്കൻ്റെ അകത്ത് നിന്ന് വന്നതെന്നുള്ള കാര്യം മാത്രം ഇതുവരെ മനസ്സിലായിട്ടുള്ളൂ. എന്താണെങ്കിലും ഇഷ്ടംപോലെ വെള്ളം വരും. അപ്പം നന്നായിട്ട് ഇരുന്നങ്ങ് വേവട്ടെ. വെന്തിട്ട് എന്ത് വേണമെന്നറിയാമോ? ഒരിക്കലും ഇത് ചാറാക്കരുത്. അതങ്ങനെ വെന്ത് കുറുകി ചെറിയൊരു ഗ്രേവിയുള്ള ഒരു നല്ലൊരു കറിയായിട്ട് അങ്ങ് മാറും. ഇങ്ങനെയാട്ടോ ഞാൻ എണ്ണയ്ക്കകത്ത് ഇട്ടപ്പോൾ ഉണ്ടായിരുന്നത്. എണ്ണ ലേശം കൂടിപ്പോയെന്ന് നിങ്ങൾക്ക് തോന്നും. എണ്ണ കൂടുമ്പം രുചി കൂടും. എണ്ണ കുറച്ചാണെങ്കിലും ഉണ്ടാക്കാം. അപ്പം കറി വെച്ചതിൻ്റെ വീഡിയോ ഇല്ല. സത്യമായിട്ടും കറി സൂപ്പറാട്ടോ. സിമ്പിൾ റെസിപ്പി അല്ലേ, ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പറഞ്ഞ പോലെ ടാറ്റ ബൈ ബൈ.